ആ കുട്ടികളതാ ഡ്രസ് ചെയ്തൊക്കെ എന്തായാലും ഭയങ്കര റോസ് ഹെവി ആയി തോന്നുന്നു. എന്തായാലും അങ്ങനെ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലോട്ട് പോകുകയാണ് കേട്ടോ. അവൾക്ക് തൈറോയിഡൊക്കെ ഉണ്ട്, എനിക്കും ഉണ്ട്. പക്ഷെ അവൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനത് അറിഞ്ഞു. പിന്നെ എനിക്കൊരു മടി, വേണ്ട എന്ന് തോന്നി. ഇപ്പോൾ തോന്നുന്നു അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ബുക്ക് ചെയ്താൽ മതിയായിരുന്നു തോന്നുന്നു. കാരണം അടിപൊളി സെറ്റപ്പുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ മോർണിംഗ് തന്നെ പോയി. ബസ്സിലാണ് പോണത്. ഒരുപാടായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഞാൻ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ 3 പേരും അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരൊക്കെ പോകുമ്പോഴാണ് ബസ്സിൽ കയറാറ് കേട്ടോ. ബസ്സിൽ കയറുന്ന ഭയങ്കര കുറവാണ്. ഭയങ്കര തിരക്കുള്ള ബസ്സായിരുന്നു. കുട്ടികൾക്ക് സ്കൂളും കൂടെ തുറന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ള് സ്കൂൾ കുട്ടികളായിരുന്നു. ഞാൻ ഒരുപാട് വർഷം ബാക്കിലോട്ടൊക്കെ പോയ പോലെ തോന്നിയിട്ട് അങ്ങനെ ഞങ്ങൾ പോയി ബസ്സെല്ലാം ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് ഇപ്പോൾ എൻഡോ ഡയബോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു ക്ലിനിക്കിലോട്ടാണ് പോകുന്നത്. ചെറുതെന്നൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം വല്ല തന്നെയാണ്. അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ എൻഡോ ഡയബ് അല്ലേ, ഈ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ആണോ എന്നുള്ളതൊക്കെ. നല്ല ആംബിയൻസ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ പോയി. അവളുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ബ്ലഡ് എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാനിപ്പോഴും ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്ലഡ് എടുക്കൽ പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയുള്ള സംഭവം. അവൾക്കും ഉണ്ട്, പിന്നെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ ബ്ലഡെല്ലാം എടുത്തു. അപ്പോൾ കുറച്ച് സമയം 2 മണിക്കൂർ നമുക്ക് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചല്ല, ഒരു കല്യാണം വരുന്നുണ്ട്, അതിനൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. അവിടുത്തെ ഗാർഡനൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഡ്രസ്സ് എടുക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, പെരിന്തൽമണ്ണ ബൈപ്പാസിൻ്റെ അവിടെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. കുറേ സംഭവങ്ങളുണ്ട്, ഒരുപാട് ടൈപ്പ് ഡ്രസ്സുകളൊക്കെ ഉണ്ട്, ഡ്രസ്സ് കടകളുണ്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വാവാസ് മോളിൽ പോകാമെന്ന് വിചാരിച്ചു. കുറേ കാലമായിട്ട് അവൾ ബബിൾ ടീ കുടിച്ചിട്ടില്ല. ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ, 2 പ്രാവശ്യമായിട്ട് ഞാൻ കുടിച്ചിട്ടുണ്ട്. ഒന്ന് വാവാസ് മോളിൽ നിന്നും ഒന്ന് കോയമ്പത്തൂരിൽ നിന്നും. അപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീണ്ടും അതൊന്ന് കുടിക്കണം. അതുപോലെ തന്നെ അത് ഭയങ്കര അവൾക്കും വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം എന്താ പറയുക, റിലയൻസിൻ്റെ അങ്ങോട്ട് പോയിട്ടോ. എൻ്റെ ഇത്തേക്ക് പണ്ട് ഇവിടുന്നാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ റിലയൻസ് ട്രെൻഡല്ല, പെരിന്തൽമണ്ണയിലുള്ളൊരു റിലയൻസ് ആണ്. അവിടെ എനിക്ക് തോന്നുന്നു കൂടുതൽ പാർട്ടി വെയറും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര റേറ്റ് ഒന്നുമില്ല. നമ്മുടെ പോക്കറ്റിനനുസരിച്ചിട്ടുള്ള റേറ്റുകളൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് പർച്ചേസ് കഴിഞ്ഞപ്പോഴാണ്, അതായത് വീഡിയോയിൽ കണ്ട ഡ്രസ്സൊന്നും ഞാൻ എടുത്തില്ല, ജസ്റ്റ് ഇട്ട് നോക്കി. പിന്നെ അത്രയും വർക്കുകൾ എടുത്താൽ ഞാൻ പിന്നെ ഇടൂലെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ പിന്നെ അത്രേ എടുത്തുള്ളൂ കേട്ടോ. ഞാൻ ഒരു ഡ്രസ്സ് മാത്രമേ എടുത്തുള്ളൂ, ഒരു പ്രിൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ്. എനിക്കത് നല്ല ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളിപ്പോൾ വാവാസ് മോളിൽ വന്നു. അപ്പോൾ അവർ പറഞ്ഞു ബബിൾ ടീ ആവാൻ 11:30-12 മണിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഞങ്ങൾ റിലയൻസ് ട്രെൻഡിൻ്റെ അവിടെ കണ്ടു. അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ട് എന്ന് കണ്ടപ്പോൾ പിന്നെ അവിടെ കയറിയിട്ട് മക്കൾക്ക് ഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക, പിന്നെ മോൾക്കൊരു ഉടുപ്പ് എടുക്കുക, ഇതൊക്കെയായിരുന്നു പ്ലാന്.
അസ്ലിക്കുട്ടിക്ക് അവിടുന്ന് ഉടുപ്പ് കിട്ടിയില്ല കേട്ടോ. കുറേ നോക്കി ഞങ്ങൾ, പക്ഷെ അവളുടെ സൈസിന് ഉണ്ടായിരുന്നില്ല. ചെറിയ കുട്ടികൾക്കുള്ളതായിരുന്നു. പിന്നെ അവിടുന്ന് പില്ലെല്ലാം കൊടുത്തു. വീഡിയോസൊക്കെ എടുക്കണുണ്ടപ്പോൾ അവർ വ്ളോഗറാണോ എന്നൊക്കെ ചോദിച്ച് അവർ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ മേടിച്ച് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അറിയുന്ന ഒരു താത്ത അവിടെ, താത്ത എന്ന് പറയാൻ പറ്റില്ല, ഒരു ലേഡി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കേണ്ടി വന്നു കേട്ടോ ബില്ലിങ്ങിൻ്റെ അവിടെ. അവർ കുറച്ച് സ്ലോ ആയതുപോലെ എനിക്ക് തോന്നി. പിന്നെ ഗൂഗിൾ പേ ഒക്കെ ചെയ്തു കൊടുത്തു. ഈ ഗൂഗിൾ പേ ചെയ്യുമ്പോഴാണ് എനിക്ക് ഒരു കമൻറ്റ് ഓർമ്മ വരുന്നത് കേട്ടോ. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ജിനിയാണ് എല്ലാതും എന്നുള്ളത് കേട്ടോ. അങ്ങനെയല്ല, എൻ്റെ ഉപ്പയും ബ്രദറൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എൻ്റേതായ കാര്യങ്ങൾ ഞാൻ എവിടെയാണെങ്കിലും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ ഹോസ്പിറ്റലിലോട്ട് തന്നെ പോകണം, സമയമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബബിൾ ടീ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ അവിടെ ടൈം ആക്കണ്ടെന്ന് തോന്നി. ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയി. ശരിക്കും പറഞ്ഞാൽ ഈ ഓട്ടോ പിടിച്ച് പോണത് ഭയങ്കര നഷ്ടമാണ്, ഭയങ്കര ഓട്ടോ ചാർജാണ് അല്ലേ ഇപ്പോൾ. പക്ഷെ നിവർത്തിയില്ല, എത്ര ദൂരം നടക്കാൻ പറ്റും, അല്ലെങ്കിൽ ബസ്സിൻ്റെ കാര്യങ്ങളും ഒന്നും അറിയില്ല. അങ്ങനെ അവിടെ എത്തി, റിസൾട്ടൊക്കെ കിട്ടി. BP ചെക്ക് ചെയ്യാൻ പറഞ്ഞു. BP എല്ലാം നോർമലായിരുന്നു. ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, BP ഒക്കെ ചെക്ക് ചെയ്യണം അവിടെ പോയിട്ട്. പിന്നെ ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ കാര്യമായിട്ട് പറഞ്ഞത് തടി കുറയ്ക്കൂ എന്നുള്ളതാണ്. പക്ഷേ തൈറോയിഡൊക്കെ നോർമലായിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എപ്പോഴും മരുന്ന് കഴിക്കാൻ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ തൈറോയിഡ് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിലും മരുന്ന് നിർത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര വെയിലായിരുന്നു. ഞങ്ങൾ വേഗം ഈ ബസ് സ്റ്റോപ്പിൻ്റെ അങ്ങോട്ട് ഓടി എത്തിയിട്ടാണ്. ബസ്സല്ല, വല്ല വണ്ടിയും ഓട്ടോയും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഭാഗ്യത്തിന് ആ സമയത്ത് തന്നെ ഒരു ഓട്ടോ ചേട്ടൻ വന്നു. അതിൽ കയറി നേരെ പോയത് വാവാസ് മോളിൻ്റെ അങ്ങോട്ട് തന്നെയാണ്. പിന്നെ അവിടെ പോയി നമ്മൾ ഒരു കോഫിയുടെ ബബിൾ ടീ ഓർഡർ ചെയ്തു. പിന്നെ വേറെ ചോക്ലേറ്റിൻ്റെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ കോഫിയുടെ ഞാൻ നേരത്തെ കഴിച്ചതുകൊണ്ട് അവൾക്ക് പിന്നെ കോഫിയുടെ ഇഷ്ടമായത്. അപ്പോൾ ഞാൻ അത് കൊടുത്തു. ഞാൻ ചോക്ലേറ്റിൻ്റെ കഴിച്ചു. എനിക്ക് രണ്ടും ഇഷ്ടമായി. കോഫി ഞാൻ നേരത്തെ കഴിച്ചുകൊണ്ട് പിന്നെ ഞാൻ ചോക്ലേറ്റ് എടുക്കുകയും ചെയ്തു കേട്ടോ. ഇത് കണ്ടിട്ട് മോളെ എന്നെ കൊന്നില്ല എന്നേ ഉള്ളൂ. അവൾക്ക് ദേഷ്യം വന്നിട്ടുണ്ട് ആമിക്കുട്ടിക്ക് കേട്ടോ. ഇനി നെക്സ്റ്റ് ടൈം കൂടുമ്പോൾ എല്ലാവരെയും കൂട്ടിയിട്ട് പോയി മേടിച്ച് കൊടുക്കണം എന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ ബബിൾ ടീ ഒക്കെ കഴിച്ചു. തിരിച്ചു വരുമ്പോൾ നമ്മളൊരു KSRTC ബസ് നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. വീട്ടിലോട്ട് ഉച്ച ടൈമിൽ നമ്മൾ എത്തുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ബബിൾ ടീ കഴിച്ചപ്പോൾ ഇതാ ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതും കൂടെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. നമ്മൾ പാലക്കാട് വീട്ടിലോട്ട് തിരിച്ചെത്തിയ വ്ളോഗ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാ പേജ്, അതേപോലെ FB പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി ഞാൻ വീണ്ടും പറയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. ആ കുട്ടികളതാ